ജേണൽ എൻട്രി എങ്ങനെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല. അത് വളരെ എളുപ്പത്തിൽ പഠിച്ചാലോ. എടാ നോക്കൂ, ഇതൊരു ജേണൽ എൻട്രി ആണ്. ഡേറ്റ് എന്നാ 1/1/2026. എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഓണർ ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന്റെ ഒരു ജേണൽ എൻട്രി ആണ് എഴുതി വെച്ചേക്കുന്നത്. എമൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ജേണൽ എൻട്രി എന്താ ചെയ്തേക്കുന്നത്? ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. എത്ര എമൗണ്ട്? 50,000 രൂപ. പിന്നെയോ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. എത്ര എമൗണ്ട്? 50,000 രൂപ. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണം. ഇവിടെ 2 അക്കൗണ്ടുകളാണ് ജേണൽ എൻട്രിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ 2 ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഏതൊക്കെയാ ലെഡ്ജർ അക്കൗണ്ടുകൾ? ഒന്ന് ക്യാഷ് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കാം. ഇത് നമ്മുടെ ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കണം. ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതിന് ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്തു. അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അറിയാലോ അല്ലേ? ലെഡ്ജർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ഡേറ്റ് ഉണ്ടാകും, പെർട്ടിക്കുലേഴ്സ് ഉണ്ടാകും, ജേണൽ ഫോളിയോ ഉണ്ടാകും, എമൗണ്ട് ഉണ്ടാകും. അതൊരു സൈഡ്. അതിനെ വിളിക്കുന്ന പേര് ഡെബിറ്റ് സൈഡ്. ഈ ലെഫ്റ്റ് സൈഡിന് വിളിക്കുന്ന പേര് എന്താ? ഡെബിറ്റ് സൈഡ്. ഇനിയോ അക്കൗണ്ടിന് ഒരു സൈഡും കൂടി ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് സൈഡ്. അത് ഇതിന്റെ അതേ റിപ്പീറ്റ് ആണ്. അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ? ഡേറ്റ് ഉണ്ടാകും, പെർട്ടിക്കുലേഴ്സ് ഉണ്ടാകും, JF ഉണ്ടാകും, എമൗണ്ട് ഉണ്ടാകും. അപ്പൊ 2 സൈഡിൽ എന്തുണ്ടാകും? ഡെബിറ്റ് സൈഡിൽ ഒരു ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വീണ്ടും ഇതാ തുടങ്ങുന്നു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇതാണ് എല്ലാ ലെഡ്ജറിന്റെയും ഫോർമാറ്റ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ അതുപോലെ തന്നെ ആയിരിക്കും. ഡെബിറ്റ് സൈഡ് ഉണ്ടാകും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ജേണൽ എൻട്രീനെ ഈ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാ നോക്കൂ, വളരെ എളുപ്പത്തിൽ നോക്കൂ. എടാ ക്വസ്റ്റ്യനിൽ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. എത്ര രൂപ? 50,000 രൂപ. അപ്പൊ നമ്മൾ നേരെ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരിക. ക്യാഷ് അക്കൗണ്ടിന് എന്താ ചെയ്തേക്കുന്നത്? ഡെബിറ്റാ ചെയ്തേക്കുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് വരിക. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രിയിൽ എന്താണോ ചെയ്തിരിക്കുന്നത് ആ സൈഡിലോട്ട് വരണം. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോട്ട് വരിക. ഡേറ്റ് എഴുതുക 1/1/2026. എമൗണ്ട് എത്രയാ? 50,000 രൂപ. ഡെബിറ്റ് സൈഡിൽ വരണം. ഡേറ്റും എമൗണ്ടും നമ്മൾ എഴുതി. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്ത് എഴുതും? എടാ ഈ ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആരാ? ക്യാപിറ്റൽ അല്ലേ? അപ്പൊ ഞാനിവിടെ ക്യാപിറ്റൽ എന്ന് എഴുതി വെക്കും. എന്താ സാറേ? എടാ ജേണൽ എൻട്രിയിൽ ആ അക്കൗണ്ടിന് എന്താണോ ചെയ്തിരിക്കുന്നത് ആ സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ആ സൈഡിലേക്ക് വന്നു. പക്ഷെ എന്ത് റെക്കോർഡ് ചെയ്യണം? അപ്പുറത്തുള്ളവന്റെ പേര്. ഓക്കെ, അപ്പൊ ഞാൻ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് വന്നു. ഡേറ്റ് എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? അപ്പുറത്തുള്ളവന്റെ പേര് എഴുതി, എന്നിട്ട് എമൗണ്ട് എഴുതി. ഓക്കെ, കഴിഞ്ഞു. ഒരു അക്കൗണ്ടിലുള്ള പോസ്റ്റിംഗ് കഴിഞ്ഞു. ക്യാഷ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തതാരാ? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ജേണൽ എൻട്രിയിൽ എന്താ ചെയ്തേക്കുന്നത്? നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റാ ചെയ്തേക്കുന്നത്. കാരണം 2 ഇട്ടിട്ട് എഴുതിയേക്കുന്നത്. അതിന്റെ അർത്ഥം ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഈ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റ് ആണ് ചെയ്തതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ലെഡ്ജറിലോട്ട് വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എടാ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് അല്ലേ ചെയ്തേക്കുന്നേ? അപ്പൊ ലെഡ്ജറിൽ ഏത് സൈഡിൽ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡേറ്റ് എത്രയാ? 1/1/2026. ഓക്കെ, ഇനി എമൗണ്ട് എത്രയാ? 50,000. അതെ നോക്കൂ, ക്രെഡിറ്റിലെ എമൗണ്ട് എത്ര? 50,000 ആണുള്ളത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളവന്റെ പേരെന്താ? ക്യാഷ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതി? ക്യാഷ് എന്ന് എഴുതി. വളരെ എളുപ്പമല്ലടാ? വളരെ എളുപ്പമല്ലേ? ശ്രദ്ധിക്ക്. എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടോ? അപ്പൊ ഒന്നും കൂടി ലാസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാം. അതായത് ഒരു ജേണൽ എൻട്രിയിൽ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പർട്ടിക്കുലർ കോളത്തിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ളവന്റെ പേര് എഴുതി വെച്ചാൽ മതി. ഇനി ജേണൽ എൻട്രിയിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ അക്കൗണ്ടിന്റെ ലെഡ്ജർ വരയ്ക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എന്നിട്ട് പർട്ടിക്കുലർ കോളത്തിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ളവന്റെ പേര് എഴുതി വെച്ചാൽ മതി. മറ്റവന്റെ പേര്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതി വെക്കുക? ക്യാഷ് എന്നും, ക്യാഷ് അക്കൗണ്ടിലോ ക്യാപിറ്റൽ എന്ന് എഴുതി വെക്കും. ഇത്രയും എളുപ്പമാണ് ലെഡ്ജർ പോസ്റ്റിംഗ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓരോ ജേണൽ എൻട്രി എന്ത് ചെയ്യാൻ പറ്റും? ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.